ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലുള്ളവർ ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് ആശ്രയിക്കുന്നത് ജലഗതാഗതമാണ്. 6 ബോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 2 ബോട്ടുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഈ ബോട്ടിനെ ആശ്രയിക്കുന്നതാകട്ടെ സാധാരണക്കാരും. 6 രൂപ മുടക്കേണ്ടടുത്ത് വാട്ടർ മെട്രോയിൽ 40 രൂപ മുടക്കേണ്ട നിസ്സഹായാവസ്ഥയിലാണവരിപ്പോൾ. ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് പരിശോധിക്കുന്നു, മട്ടാഞ്ചേരിയോടും ഫോർട്ട് കൊച്ചിയോടും എന്തിനാണ് ഈ അവഗണന? സർവീസ് നിന്നൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാലം പറയാനില്ല. കാരണം ഇത് പണ്ട് KSRTC നടത്തിയ കാലം മുതൽ ഉള്ള നമ്മുടെ ഈ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരാതികളും ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തിട്ട് അത് എത്രത്തോളം മോശമായിട്ടുണ്ടോ അങ്ങനെ കണക്കാൻ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അത്രയും മോശം. പണ്ടുണ്ടായിരുന്നവരൊക്കെ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ആ ഷെഡ്യൂൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. ബോട്ട് എണ്ണം കറക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 5 ബോട്ടാണ്. ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് സർവീസ് ചെയ്തത് 5 ബോട്ടായിരുന്നു. ഫലത്തിൽ ഒരേ സമയം 3 സ്റ്റക്കാവും. ഈ 2 ബോട്ട് കൊണ്ട് ഓടിയത്തില്ല. 2 ബോട്ട് അതുപോലെ തന്നെ നമ്മുടെ പാസഞ്ചറിന്റെ ബാഹുല്യം പഴയ കാലത്തെക്കാളേറെ ഒരുപാട് ഇരട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കാണെങ്കിൽ ഇവരെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ മുൻകാലങ്ങളിലുണ്ടായിരുന്ന അപകടങ്ങളൊക്കെ തുടർന്ന് ഇവർ യാത്രക്കാരുടെ എണ്ണത്തിലൊരു നിഷ്കർഷത വെച്ചു. പക്ഷേ അതനുസരിച്ച് സർവീസ് എവിടെ വരെ എത്തിച്ചു എന്നുള്ളതും അവരത് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് 3 സർവീസ് വെട്ടിക്കുറക്കുമ്പോൾ 2 സർവീസാണ് ഏറ്റവും നമ്മുടെ ലോക്കലായിട്ടുള്ള ആളുകൾ. അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും സാധാരണക്കാരാണ് സർവീസ് കൊണ്ട് ഉപകാരമുള്ളവർ. അതേസമയം ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എണ്ണം കുറച്ചു. പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റ് സീസണാണ്. സ്പെഷ്യൽ സർവീസ് എന്നുള്ളൊരു ഓമന പേരിട്ടുകൊണ്ട് ഇവർ ബോട്ട് സർവീസ് കൊണ്ടുവരും. നിലവിൽ 6 രൂപ വാങ്ങി സർവീസ് നടത്തുന്ന സിസ്റ്റം മാറി അതിനൊരു സ്പെഷ്യൽ സർവീസ് എന്നുള്ള പേരിൽ 20 രൂപയാക്കും. ഇനി വാട്ടർ മെട്രോ വരുന്നതോടുകൂടി വാട്ടർ മെട്രോ മട്ടാഞ്ചേരിയിലേക്ക് സർവീസ് വരുമ്പോഴേക്കും ഇപ്പോൾ വാങ്ങിക്കുന്ന 40 രൂപ എന്നുള്ളത് 60 വരെ ആവാം. സാധാരണക്കാർക്ക് ഒരു ദിവസം 60 രൂപ അങ്ങോട്ടും കൊടുത്ത് 120 രൂപ കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ടൂറിസ്റ്റ് സീസണിലാകുമ്പോഴേക്കും യാത്രക്കാരുടെ ബാഹുല്യം ഉള്ള സമയത്ത് ഇവർ 20 രൂപ വാങ്ങിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തോട് കാണിക്കുന്ന ഒരു കൊള്ളയാണ്. സാധാരണ നിലയിൽ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ അവിടുത്തെ ചില കച്ചവടക്കാർ കാണിക്കും ഈ ഒരവസ്ഥ. കാരണം ചായ കുടിക്കാൻ വരുമ്പോൾ നിലവിൽ 10 രൂപയായിരിക്കും. അത് പോയി ടൂറിസ്റ്റ് ബസ്സോ വണ്ടികളോ കാണുമ്പോൾ 20 രൂപ 30 രൂപ വാങ്ങിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അത് നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും ഇവിടെ അതുണ്ട്. ബോട്ട് ജെട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂള് ഓരോ സമയം ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ബോട്ട് ഷെഡ്യൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് ഇന്ന ബോട്ട് പോകും. 12 മണിക്ക് പോകുന്ന ബോട്ടിന് കൗണ്ടർ ഓപ്പൺ ആവണത് 12 മണിക്കായിരിക്കും. ഇവിടെ നമുക്ക് ഇവിടെയുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം യാത്രക്കാർക്ക് യാതൊരു കുറവില്ല. ബോട്ട് സർവീസ് എത്രത്തോളം മോശമാകുന്നു അതനുസരിച്ച് യാത്രക്കാർ മറ്റുള്ള മാർഗ്ഗങ്ങൾ നോക്കണ്ട്. പക്ഷെ ഇത് മനഃപൂർവ്വം തന്നെ പറയണം. പിന്നെ ഡയറക്ടർ സ്ഥാനത്തും ഓഫീസർ ലെവലിലിരിക്കുന്ന ആളുകളും 16ഓളം വർഷത്തോളമായി എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നിലവിലുള്ള ഡയറക്ടർ ഇരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. CSMLന്റെ ചാർജ് ഇപ്പോൾ അദ്ദേഹത്തിന് ISO ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പൊസിഷനിൽ ഇരുന്നുകൊണ്ടും പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ അതും പറയണം. നമ്മുടെ ജനപ്രതിനിധികൾ ഒന്ന് ആലോചിക്കണം. നമ്മുടെ പ്രദേശത്തിന് പശ്ചിമ കൊച്ചി പ്രദേശത്തിന് വേണ്ടി ഇതുപോലുള്ളൊരു സർവീസിന് എന്ത് ചെയ്തിട്ടുണ്ടെന്നുകൂടെ അവരൊന്ന് ആലോചിച്ചാൽ അതും നല്ലതാണ്. കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാനൊക്കെ ഏകദേശം ഒരു 30-35 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇതല്ല. കാരണം നമ്മൾ ജെട്ടി വരുമ്പോൾ ഇപ്പോഴുള്ളൊരവസ്ഥയിൽ ഈ പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വരുന്നപ്പോൾ നമ്മുടെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ബാഹുല്യം കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് ജെട്ടിയിൽ തിരക്കുണ്ട്. അതിന് പോലും അങ്ങനെ അത്രയും തിരക്കുണ്ടായിട്ട് പോലും ഒരു ബദൽ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ മുടങ്ങിയാൽ അത് കൃത്യമായിട്ട് നടത്താനോ ഉള്ള ഒരു സംവിധാനമില്ല. നിലവിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക് സെക്ഷൻ എടുത്താലും മെക്കാനിക്കൽ സെക്ഷൻ എടുത്താലും ഇവിടെ എല്ലാം തസ്തികകളുണ്ട്. ആ തസ്തികകൾ ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ബോട്ട് കംപ്ലൈൻറ്റ് വന്നാൽ നേരെ പറയുക അത് മറ്റവർ വരണം അല്ലെങ്കിൽ ആലപ്പുഴ കൊണ്ടുപോകണം. ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കുക. സർവീസിന്റെ കാര്യത്തിൽ നോക്കിയാൽ നമുക്ക് മട്ടാഞ്ചേരിയിലേക്ക് സർവീസ് നിന്നിട്ട് വർഷങ്ങളായി. ഫോർട്ട് കൊച്ചി വരെ വരിക അല്ലെങ്കിൽ ഐലൻഡിൽ എംബറക്കേഷൻ ചുറ്റിയിൽ അടക്കുക. അത് കഴിഞ്ഞ് പോകും. ആ നേരത്തെ ഓടിയിരുന്ന അത്രയും സമയം പിന്നെ ലാഭമുണ്ട്. അപ്പോഴും സർവീസിന്റെ എണ്ണം കൂട്ടാം, ഷെഡ്യൂൾ കൂട്ടാം. 60ഓളം ഷെഡ്യൂൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ചുരുങ്ങി 30-35 സർവീസിലായി നിൽക്കുന്നത്. ഇപ്പോൾ പശ്ചിമ കൊച്ചിയിലെ അവസ്ഥ അറിയാലോ.
2 പാലം കടന്ന് വേണം നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് പാലത്തിൻ്റെ ഗതാഗതം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി ഇപ്പോഴത്തെ പാസഞ്ചർ നിലവിൽ കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു കൺജസ്റ്റഡ് ആണ്. ഒരു 6 വർഷം മുമ്പ് 60 ഷെഡ്യൂൾ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ വെട്ടിക്കുറച്ച് 35 ഷെഡ്യൂളാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മാർഗം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. മേലധികാരികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മുടെ പ്രദേശത്തെ ബുദ്ധിമുട്ടിൽ അത് സാധാരണക്കാരന് എളുപ്പം എറണാകുളത്തേക്ക് എത്താനുള്ള ഒരു മാർഗമാണത്. അപ്പോൾ ഇത് കൂടുതലും ഉപയോഗപ്പെടുന്നത് സാധാരണക്കാർക്കാണ്. അപ്പം മേലധികാരികൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. പിന്നെ ബോട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ബോട്ടേ ഉള്ളൂ. അതിൽ 3 ഒരേ സമയത്ത് സ്ട്രക്കായി പോയാലും നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ ഇനിയൊരു ദുരന്തം നമ്മൾ നേരെ കാണാനായിട്ട് ഇതിനു മുമ്പ് നമുക്ക് വൈപ്പിനിൽ നമുക്ക് കാണിച്ചു തന്നതാണ് ഒരു സംഭവം. അപ്പോൾ ഇത് മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. സർവീസ് ചുരുക്കിയപ്പോഴത്തേക്ക് വാട്ടർ മെട്രോ പകരം സംവിധാനമാക്കി, എന്നിരുന്നാൽ പോലും സാധാരണക്കാരെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ലേ? സാധാരണക്കാർക്ക് എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് ജെട്ടി തന്നെയാണ്. എന്ന് വെച്ചാൽ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഇത്രയും ഷെഡ്യൂൾ ഇല്ല. മാത്രമല്ല അതിന്റെ പൈസ നോക്കുമ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫോർട്ട് കൊച്ചി ജെട്ടിയെ തന്നെയാണ്. ഇത് വർഷങ്ങൾ ഒരുപാട് എത്രയാണെന്ന് വെച്ചാൽ പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കാര്യം ആയിരക്കണക്കിന് പാസഞ്ചർ പാസ് ചെയ്യുന്നൊരു ഏരിയയാണ്. മുമ്പ് ബോട്ട് ഷെഡ്യൂൾ കറക്റ്റായിരുന്നു. ഇപ്പോൾ അത് കുറേ കാലങ്ങളായിട്ട് അവരെ തോന്നിയ മാസമാണ് ശരിക്കും പറഞ്ഞാൽ. ടൂറിസ്റ്റ് സീസണാണ്. ബോട്ട് വെട്ടിക്കുറച്ചൊക്കെയാണ്. ആളുകൾക്ക് യാതൊരു കുറവുമില്ല. വരുന്ന ബോട്ടിലെല്ലാം കപ്പാസിറ്റി ആളുണ്ട്. പക്ഷെ ഇവരെന്തിനാണ് ഈ ഷെഡ്യൂൾ വെട്ടിക്കുറക്കണത്? ഇനിയൊരു അപകടം ഉണ്ടാക്കാനാണെങ്കിൽ മിക്കവാറും സാധിക്കൂടാ. സീസണൊക്കെയാണ്. അത് കൂടാതെ വാട്ടർ മെട്രോ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ടിക്കറ്റിന് 40 രൂപ ഹൈക്കോടതിയിൽ പോകുന്നത്. ഇവിടെ നിന്ന് 6 രൂപ ഉള്ളൂ. പിന്നെ സ്പെഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് 20 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ തന്നെ കൊള്ളയടിക്കുക ജനങ്ങളെ ചെയ്യുന്നു. അത് കൂടാണ്ട് ഇപ്പോൾ ഇത് പണി വേണ്ട. ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ അവർ വിദേശി വീണതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ സ്പീഡായി പണി ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മട്ടാഞ്ചേരി ജെട്ടി വർഷങ്ങളായി പൂട്ടിയിട്ടേക്കുന്നത്. ചെള്ള കയറിയിട്ടാണെന്നോ ട്രെജ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. സർക്കാരിൻ്റെ ഫണ്ടില്ലേ, ബോട്ട് കൊണ്ട് എല്ലാം കൊണ്ട് ട്രെജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കോൺട്രാക്ട് കൊടുത്തിട്ടുമുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ പൂട്ടിയിട്ടേക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിലല്ല ജെട്ടി നിൽക്കുന്നത്. ഏറ്റക്കുറച്ചിൽ അറിയാലോ, കടലുമായിട്ടുള്ള സംഭവം. ബോട്ട് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. ഏത് സമയത്തും അത് പോയിട്ട് ആ തൂണിലിടിച്ച് ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ജെട്ടി അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഒന്നിൽ ഇവിടെ തന്നെ ചെയ്യാം. ഇതിന് സർക്കാർ ആലോചിക്കുക. ജനപ്രതിനിധിയുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെയൊക്കെ ശ്രദ്ധയിൽ പെടുത്തിയതാണ്. പക്ഷെ ആരും ഇത് അതിനൊരു മുൻകൈ എടുത്തിട്ടില്ല. ജനങ്ങൾക്ക് പുല്ല് വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ആ വിദേശി വീണ് കാലൊടിഞ്ഞ് അസറിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഫുൾ ഫണ്ട് ഫ്രാൻസാണ് വഹിച്ചത്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വിദേശി ഇവിടെ ഓടയിലായിരുന്നല്ലോ അന്ന്. ഈ പറഞ്ഞതിൽ പണി പൂർത്തിയാകാതെ കിടക്കുകയും സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ കിടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. ചേട്ടൻ തന്നെയാണല്ലോ അവരെ രക്ഷിച്ചതും. അതിനുശേഷമാണോ ഇത്തിരിയെങ്കിലും ഈ പണികളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കിയത്? അതിനുശേഷമാണ് വർക്കെല്ലാം സ്പീഡായത്. അതൊരു സുരക്ഷാ ഇതൊന്നും അല്ലാതെ വെച്ചിട്ട് ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം വലിയൊരു കുഴിയിലേക്ക് വീണതും കാലൊടിഞ്ഞതും. അതിനുശേഷം വലിയ വിഷയമായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് സ്പീഡാക്കി പണി വർക്കും തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ പ്രതിഷേധം വല്ലതും ഉണ്ടായിരുന്നു? ഒരു പ്രതിഷേധം ആരും നടത്തിയില്ല ഇവിടെ. കാരണം അവർക്ക് അവരെ ക്ലെയിം പാസ്സായതെന്ന് പറഞ്ഞു ഫ്രാൻസിൽ നിന്ന്. അവർ 2-3 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അവർ ഫ്രാൻസിലേക്ക് തന്നെ പോയി. CSMന്റെ റോഡ് വർക്കാണ് പോയി കാണുന്നത്. നല്ല വീതി ഉണ്ടായ റോഡ് വീതി കുറച്ചു. 2 സൈഡ് ഫുട്പാത്ത് കെട്ടിയിട്ട് ഇപ്പോൾ വരുന്ന ആളുകളുടെ പാസഞ്ചറിന് 2 വീലർ വെക്കാൻ സ്ഥലമില്ല. അവർ റോഡിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് വരുന്ന ആളുകളിൽ ഭയങ്കര ഒരു യാത്രാ ഇതാണ്, ക്ലേശം ഉണ്ടാകുന്നുണ്ട്. വണ്ടികൾ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. പോകുമ്പോൾ കാണാൻ പറ്റും. റോഡ് ബ്ലോക്കാണ്. ബോട്ട് വന്ന് ഈ ആളിറങ്ങി കഴിയുമ്പോൾ റോഡ് ഫുള്ളായി. നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ. അപ്പം അതിനെന്തെങ്കിലും അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ബോട്ട് സർവീസ് കുറഞ്ഞുകൊണ്ട് യാത്രക്കാരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം അവർക്ക് യാത്രയുണ്ട്. ഒന്നാതിപ്പോൾ ഈ ശനി ഞായറൊക്കെ ഇഷ്ടംപോലെ വിദേശികൾ. ഇപ്പോൾ ഒന്നാതിപ്പം ഡിസംബർ അവസാനം 31 പുറത്തുനിന്ന് ഇഷ്ടംപോലെ വിദേശികൾ തന്നെയാണ് ഈ നമ്മുടെ ഈ കൊച്ചിയിൽ. അവർക്ക് യാത്ര സൗകര്യം ബോട്ട് സർവീസാണ്. കാരണം ഇവിടെ നിന്ന് ബസ്സിന് പോകുമ്പോൾ 1 മണിക്കൂർ എടുക്കും. ബോട്ടാകുമ്പോൾ 15 മിനിറ്റ് എടുക്കുള്ളൂ. കാരണം ആൾക്കാർ ബോട്ടെ ആശ്രയിക്കണം. അതുമല്ല ഒരു ബോട്ടിന് യാത്രക്ക് 6 രൂപ ഉള്ളു. ബസ്സിന് കൂടുതൽ ടൈമിന് കൂടും. ബ്ലോക്കാണ്. പക്ഷെ ഇപ്പം തന്നെ അതുകൊണ്ട്
ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മട്ടാഞ്ചേരിക്ക് അറിയാം യാത്രേൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ബോട്ട് മുടങ്ങിയത് അല്ല കുറച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ മട്ടാഞ്ചേരിക്ക്, നമ്മുടെ പ്രത്യേക യാത്രക്കാർക്ക്. നമ്മുടെ അഭിപ്രായം ഇപ്പോൾ ഈ ബോട്ട് വെട്ടിക്കുറച്ച ബോട്ട് വീണ്ടും കൂട്ടുക എന്നാണ്. കാരണം ഇപ്പോൾ ഈ സീസൺ നല്ല സീസണാണ്, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സമയം തന്നെയാണ്. അപ്പം ബോട്ട് കുറച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഓട്ടോ ഇല്ല, രണ്ടാമതും ബ്ലോക്കും. ഏറ്റവും നമ്മൾ ഈ സൈഡ് നല്ല വീതി റോഡായിരുന്നു, രണ്ട് സൈഡും കൊണ്ട് മീഡിയ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ മീഡിയ വെച്ച് കഴിയുമ്പോൾ വീതി കുറഞ്ഞ് അപ്പം ഒരു വണ്ടി വന്നാൽ ഒരു വീട്ടിൽ വണ്ടി വന്നാൽ മൊത്തം ബ്ലോക്കാണ് റോഡ്, അങ്ങോട്ടും പോകാൻ പറ്റില്ല. മേടം വേണ്ടി ഒരു ബോട്ട് വന്നാൽ ആൾ ഇറങ്ങും, ആൾക്കാർ കൺഫ്യൂഷൻ അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം ബ്ലോക്ക് ആയതുകൊണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടാ സർവീസ് വെട്ടിക്കുറച്ചിട്ട് കുറച്ചു കാലമായല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ സാധാരണപ്പെട്ട ആൾക്കാരെയാണ്, ദിനം പ്രതി ജോലിക്ക് പോകുന്ന ആൾക്കാരെയാണ് ഇത് ബാധിക്കുന്നതും. പക്ഷെ ഇതിനെതിരെ പ്രക്ഷോഭമോ അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധത്തിനോ ഒക്കെ ആൾക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ള പ്രതിഷേധ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്താലും അത് തന്നെ അവസ്ഥ. അവർ പറയണം ബോട്ട് റിപ്പയർ ആണ്, വേറെ പകരം സംവിധാനം ഇല്ല എന്നാണ് പറയണത്. മനസ്സിലായില്ല, അതാണ് അവസ്ഥ. ഇതാണ് ഇവിടെ എല്ലാവരും ഞങ്ങളിവിടെ സമരം ചെയ്തു, ഇവിടുത്തെ ആൾക്കാരൊക്കെ സമരം ചെയ്തതാണ്. പക്ഷേ എന്താ അവർക്ക് സർവീസ് ചെയ്യാൻ വേറെ ബോട്ടില്ല, റിപ്പയർ കഴിയുമ്പോൾ ബോട്ട് ഇടാന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം ഈ സീസൺ അവസാനം ഇഷ്ടംപോലെ വിദേശികളും സ്വദേശികളും അങ്ങോട്ട് യാത്ര സീസണാണ്. അപ്പം ബോട്ട് തീർച്ചയായിട്ടും ബോട്ട് കൂട്ടണം നമ്മുടെ അഭിപ്രായം. അതാണ് നമ്മുടെ അഭിപ്രായം പറയാനുള്ളത്. ന്യൂ ഇയറും കൂടെ അടുക്കുമ്പോൾ എന്തായാലും അത്തരം ന്യൂ ഇയർ ആകുമ്പോൾ തിരക്ക് കൂടുന്നല്ലേ, കുറയുന്നില്ലല്ലോ. കാരണം നമ്മളെ വിദേശത്തുനിന്നും പുറത്തുനിന്നും ഇഷ്ടംപോലെ ആൾക്കാർ പറയാനുണ്ട് കൊച്ചു കാണാൻ വേണ്ടി, കൊച്ചിന് ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. അപ്പം വന്നകാർക്ക് ബോട്ട് വേണ്ടേ, യാത്രാ സൗകര്യം വേണമല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബോട്ടിനെയാണ്. കാരണം മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര ബോട്ടിനെ, ബസ്സിനെ കൂടുതൽ എളുപ്പ വഴിയാണ് കാണാൻ വേണ്ടി. കാരണം എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ പറയാം, എറണാകുളത്ത് 1 മണിക്കൂർ, ബോട്ടാകുമ്പോൾ 5 മിനിറ്റ് മതി. അപ്പം ചാർജും കുറവാണ്. അതുകൊണ്ട് ബോട്ട് എത്രയും പെട്ടെന്ന് അധികം ബോട്ട് ഇടുക എന്നാണ് നമ്മുടെ ഒരു പ്രധാന കാര്യം. ഒരു കാര്യം കൂടെ, പിന്നെ ഇപ്പം ഇത്രയും സർവീസ് ഇത്രയും റദ്ദാക്കിയല്ലോ, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് എന്ത് മറുപടിയാണ്? അല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മുടെ ഇവിടുത്തെ MLA MP എല്ലാം വിവരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ബോട്ട് സർവീസ് പകരം ബോട്ട് പറഞ്ഞ സംവിധാനം പറയട്ടെ. കാരണം ബോട്ട് ഇപ്പോൾ റിപ്പയർ ഇല്ല, റിപ്പയറാണ്. റിപ്പയർ കഴിയുമ്പോൾ വരുമെന്ന് പറയാം. എല്ലാവരും ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കൗൺസിലർമാരും MP ഒക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ തന്നെ. അവർ പറയുന്നത് ബോട്ട് പകരം ബോട്ട് വേട്ടെ, അപ്പോൾ നമ്മൾ സംവിധാനം ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ഇപ്പൊ ഇവിടെ മട്ടാഞ്ചേരി പുതിയ വാട്ടർ മെട്രോ പണിതുകൊണ്ടിരിക്കുകയാണ്, അത് വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ബോട്ട് ഇവിടെ പറയേണ്ടത് നമ്മൾ. കാരണം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ പണി ഇവിടെയാണ്. ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് പൈസ ഉള്ളമാരാണ്, സാധാരണക്കാരൻ്റെ. ഇതാണ് സാധാരണക്കാരൻ്റെ ബോട്ട്, അതവിടെ വരേണ്ടത്, അത് വന്നില്ല. അതാണ് ഏറ്റവും വിഷയം. ആയിരക്കണക്കിന് സ്വദേശികളും വിദേശികളും കൊച്ചി കാണാൻ വരുന്നുണ്ട്. പക്ഷേ സർക്കാർ അതിനൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതാണ്. ആണുങ്ങൾക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സാധിക്കാം മൂത്രം ഒഴിക്കാനാണ്. സ്ത്രീകൾ എന്ത് ചെയ്യും? ഒരു ടോയ്ലറ്റ് സർക്കാരിൻ്റെ 2-3 ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മുമ്പത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അത് 2-3 പണിതിട്ടുണ്ട്. അത് കൂടാതെ പല പോയിന്റുകളിലും ടോയ്ലറ്റ് സംവിധാനം വേണം. അത് കൂടാണ്ട് ഫോറിനേഴ്സിന് നമ്മളെ ടോയ്ലറ്റ് പറ്റില്ല. അവർക്ക് അതിനുമായിട്ടുള്ള രീതിയിലുള്ള ചെയ്തു കൊടുക്കണം. നമ്മളൊക്കെ പുറത്ത് പോയിട്ടുള്ള ആളുകളാണ്, അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിനൊരു അടിസ്ഥാന സൗകര്യം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. സീസണാണ്, ഒരുപാട് വിദേശികൾ വരുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ടൊരു കൊച്ചിക്കാർക്കൊരു നാണക്കേടാ. ഇവിടെ ഓട്ടോയിൽ കയറിയിട്ട് ടോയ്ലറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും. എൻ്റെ വീട് കുറച്ച് ലോങ്ങാണ്, അവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ഈ ചിലവർ മിണ്ടാതെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മുൻകൈ സർക്കാർ പ്രവർത്തിക്കുക. നാണക്കേടാണ് നമ്മളടുത്ത് വന്നിട്ട് ടോയ്ലറ്റ് എവിടെയെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വരുന്ന ആളുകളിൽ തിരക്കുണ്ടാകുന്ന സമയമാണ്. ഒന്നുമില്ലെങ്കിൽ എന്നെ പറയുന്ന കണ്ടെയ്നറാ, അതുമാതിരിയുള്ള ഇതിലും സൗകര്യങ്ങൾ ഉണ്ടാക്കുക. 31-നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരവിടെ കൊള്ളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഗവൺമെന്റ് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു അപകടം ഒഴിവായതാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഇനി എത്താറായി. ഈ ആഘോഷങ്ങൾക്കായി ഫോർട്ട് കൊച്ചിയിലേക്ക് ചേക്കേറുന്നവരിൽ വിദേശികളും സ്വദേശികളും ഒക്കെയുണ്ട്. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ എന്ത് നടപടികളാണ്, എന്ത് മുൻകരുതലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കഴിഞ്ഞ പ്രളയത്തിന്റെ മറവിൽ 6 സർവീസുകൾ ഉണ്ടായിരുന്നിടത്ത് 2 സർവീസുകളിലേക്ക് ചുരുങ്ങുമ്പോൾ ഇവിടുത്തെ യാത്രാ ദുരിതം എന്നു മാറുമെന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ബോട്ട് സർവീസ് ലഭ്യമാകാത്ത പ്രശ്നമാണ് ഫോർട്ട് കൊച്ചി കസ്റ്റംസ് ജെട്ടിയുടെ പ്രശ്നമെങ്കിൽ ഈ മട്ടാഞ്ചേരി ജെട്ടിയുടെ പ്രശ്നം ഇവിടെ സർവീസേ നിലച്ചിട്ട് വർഷങ്ങളാകുന്നു എന്നുള്ളതാണ്.
എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിന് 95 ലക്ഷം രൂപയാണ് ഈ അടുത്തായി നവീകരണ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തിയത്. 4.5 കോടി ഡ്രഡ്ജിങ്ങിനും. ഗതാഗത മന്ത്രി ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ പറ്റിക്കുന്നതല്ലാതെ ഇങ്ങോട്ടേക്ക് വരികയോ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളോ നടത്താൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇത് രാജാവിന്റെ കാലത്ത് ഇവിടെ മഹാരാജാസ് കോളേജിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി രാജാവ് പണിയിപ്പിച്ച പഴയൊരു ജെട്ടിയാണ്. ഇത് സർക്കാരിന്റെ ഇതിൽ വന്ന ശേഷം പണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ആ പ്രളയത്തോടു കൂടി ഈ സർവീസ് കംപ്ലീറ്റ് നിർത്തിവെച്ചിരിക്കുക. അവർ പറയുന്നത് റീസൺ ഇവിടെ ഒരു തടി ഒഴുകി വന്ന് കിടപ്പുണ്ട്, അങ്ങനെ ബോട്ടുകൾ അടി തട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതേസമയം പ്രൈവറ്റ് ബോട്ടുകൾ, ഇതേ കാറ്റഗറിയിൽപ്പെട്ട പ്രൈവറ്റ് ബോട്ടുകൾ ഈ ജെട്ടിയിൽ വന്ന് ആളെ ഇറക്കുകയും ആളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ ബോട്ട് മാത്രം ഇവിടെ വരാൻ ബുദ്ധിമുട്ട് പറയുന്നു. പിന്നെ അധികാരികൾ വേണ്ട രീതിയിൽ മട്ടാഞ്ചേരി ശരിക്കും പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർട്ട് കൊച്ചിയിലായാലും ഇത് തന്നെ ഗതി. അപ്പോൾ ബോട്ടില്ല എന്ന് പറയുമ്പോൾ, മുമ്പെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിന് ബഹളം ഉണ്ടാക്കും. ബോട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇരിക്കപ്പുറത്തി കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അങ്ങനെ ഇത് ചെയ്യുന്നില്ല. വരും പോവും. ബോട്ടില്ലെങ്കിൽ ആള് ചെറുപ്പം പിള്ളേരാണെങ്കിൽ വണ്ടിക്ക് പോവും, അല്ലെങ്കിൽ ഓടി ബസ്സിന് പോവും. ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഇതിൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ കൂടുതൽ ആളുകൾ. അപ്പോൾ അവർക്കവിടെ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ലേറ്റ് മാർക്ക് കാശ് കിട്ടില്ല എന്നുള്ളതൊക്കെ വരുമ്പോൾ 2 ദിവസം ബോട്ടില്ല എന്ന് പറയുമ്പോൾ 3-ാമത്തെ ദിവസം അവർ ബസ്സിന് പോകാൻ തുടങ്ങും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജീവനക്കാർക്ക്, ഓഫീസിലിരിക്കുന്ന ജീവനക്കാരുടെ അനാസ്ഥയെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം സമയാസമയങ്ങളിൽ ഫണ്ട് കിട്ടുന്നുണ്ട്, ഫണ്ട് ഇവർ പലപ്പോഴും ലാപ്സാക്കി കളയുകയാണ്. ഇപ്പം ബോട്ട് സർവീസ് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നല്ല യാത്രാ സൗകര്യമാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ബസ്, ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബസ്സൊന്നുമില്ല. ബസ്സുകൾ ഇവിടെ നിന്ന് 5 ബസ് ഇടക്കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പള്ളുരുത്തിൽ പോയി കഴിഞ്ഞാൽ 1 ബസ്സായിരിക്കും എറണാകുളത്ത്. അങ്ങനെയാണ് ഇവിടുത്തെ റേഷ്യോ. അതുപോലെ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ബസ്സുകൾ ഒരുപാടുണ്ട്, അവിടെ ബോട്ട് സർവീസ് കുറവാണ്. നേരത്തെ ഒരു 5 കൊല്ലം മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞൊരു 13-14 ബോട്ടുണ്ടായിരുന്നു ഇവിടെ സർവീസിന്. ഇപ്പോൾ ആകെ കൂടി ഫോർട്ട് കൊച്ചി, എറണാകുളം, ഫോർട്ട് കൊച്ചി, വൈപ്പിൻ 3 ബോട്ടാണ് സർക്കുലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ബോട്ട്. ആ 3 ബോട്ട് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് നേരെ ഇവിടെ എംബാർക്കേഷൻ ടച്ച് ചെയ്യും, പിന്നെ കല്ലുവത്തി ടച്ച് ചെയ്യും. കല്ലുവത്തി ടച്ച് ചെയ്ത് വൈപ്പിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും നേരെ വീണ്ടും ഇവിടെ നമ്മുടെ കസ്റ്റംസ് സിറ്റിയിൽ വന്നിട്ട് എറണാകുളത്തേക്ക് പോകും. കരാറുകാരൻ ഇപ്പം ഡ്രഡ്ജിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഇത് വൈകിക്കുന്നുണ്ട്. കരാർ കൊടുത്തിട്ട് കുറെ കാലമായി. അപ്പോൾ ബോട്ട് സർവീസ് ഈ പറയുന്ന പോലെ പ്രളയത്തിനിടയ്ക്ക് വന്ന് വീണ ഒരു തടി കാരണമാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടി വലിയ ഫണ്ട് ചെലവാക്കുകയും അതിന് ഫലമില്ലാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ? അത് ഒരുപാട് കാലമായിട്ട് നമ്മളിപ്പോൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം തന്നെ 95 ലാക്സോളം ഈ കാണുന്ന ബിൽഡിങ്ങിന് വേണ്ടി എക്സ്പെൻസ് ആയി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഡ്രഡ്ജിങ്ങിന് ഇതിനു മുമ്പും നമ്മൾ MLA ഒക്കെ ഇടപെട്ട് നമ്മൾ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡ്രഡ്ജിങ് നടക്കുകയല്ലാതെ കൃത്യമായി ഫോളോ അപ്പ് ആയിട്ട് ഇത് ഡ്രഡ്ജിങ് നടന്നിട്ട് ഉള്ളൊരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ബോട്ട് എടുക്കാൻ പറ്റുകയോ ബോട്ട് സർവീസ് നടത്തുകയോ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഇന്നറിയാൻ ടൂറിസ്റ്റ് സമയമാണ് ഈ പറയുന്ന ഈ സമയങ്ങൾ, ഈ ഡിസംബർ, ജാനുവരി എന്നൊക്കെ. എത്ര ടൂറിസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ എത്ര പേരാണ് ബോട്ട് സർവീസിന് ഇവിടെ വന്നപ്പോൾ വർക്ക് നടക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. നേരെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫോർട്ട് കൊച്ചിയെ ആശ്രയിക്കണം, കസ്റ്റംസ് ബോട്ട് ജെട്ടിയെ ആശ്രയിക്കണം. അവിടെയും ഇതേപോലെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ജെട്ടി വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെയും കുറേ പ്രോബ്ലങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ഒരുപാട് പൈസയായി ഇപ്പോൾ ചിലവാക്കുന്നു പറയുന്നു. ഇപ്പോൾ 2ാമത് ഡ്രഡ്ജിങ്ങിന് എമൗണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് എന്തായാലും ഇവിടെ സർവീസ് നടത്താൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരുപാട് വർഷങ്ങളായി. പിന്നെ കൊറോണ സമയത്ത് പൂട്ടിയിട്ടൊക്കെയായിരുന്നു. പിന്നെ അതിനുശേഷം വന്നു, ഡ്രഡ്ജിങ് നടത്തി. പിന്നെയും ബോട്ട് ഒന്ന് കുറച്ച് നാൾ ഓടി, കുറച്ച് ദിവസം ഓടി എന്ന് തന്നെ പറയാം. അതിന് വീണ്ടും നിന്നു. ഇപ്പോൾ സർവീസ് ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ഈ ബോട്ട് ജെട്ടി നിലനിൽക്കുന്നത്. ഈ ഒരു ഫലത്തിൽ 2 സർവീസ് അതാണല്ലോ ശരിക്കും കിട്ടുന്നത്. അപ്പം ഈ ഒരു സർവീസ് നിലയ്ക്കുന്ന ഒരു സാഹചര്യം സാധാരണക്കാരെയാണല്ലോ കൂടുതലും ബാധിക്കുന്നത്. അപ്പം വാട്ടർ മെട്രോ ഉണ്ട്, 40 രൂപയോളം ഒരാൾക്ക് മുടക്കണം. പക്ഷെ ഇത്
1.5 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നു ഇവിടുത്തെ സിറ്റിയിലേക്ക് അല്ലാതെ ബസ്സിൽ പോയി വരാൻ. ഈ ഗതാഗതമൊക്കെ അത് സർക്കാരിന് മുന്നിലേക്ക് നിങ്ങൾക്ക് വെക്കാനുള്ള സജഷൻ എന്താണ് ഈ ഒരു കാര്യത്തിൽ? സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു സർവീസാണ് ഇത്. കാരണം ആയിരക്കണക്കിന് യാത്രക്കാർ സ്ഥിരം യാത്ര ചെയ്തിരുന്നൊരു സർവീസാണ് ഈ ബോട്ട് സർവീസ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുച്ഛമായ പൈസക്ക് അല്ലെങ്കിൽ വളരെ നമ്മൾക്ക് കിട്ടുന്ന സാലറിൻ്റെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സർവീസാണ് ബോട്ട് സർവീസ് എന്നുള്ളത്. കാരണം ഇവിടുന്ന് ബസ് മാർഗം പോവുകയാണെങ്കിൽ എങ്ങനെ വന്നാലും 1 മണിക്കൂറോളം പിടിക്കും. ഇപ്പം നമുക്കറിയാം മട്ടാഞ്ചേരി പാലം എന്നറിയപ്പെടുന്ന പാലം ഇന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന 1 മാസത്തിൽ കൂടുതലായി. അവിടെ ബ്ലോക്കാണ്. 1 മണിക്കൂറൊക്കെയാണ് തോപ്പുംപടിയിൽ ഇന്ന് ബസ്സിൽ പോയാൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ പോയാൽ നമുക്ക് ചിലവാകുന്ന സമയം 1 മണിക്കൂർ മിനിമം അവിടുന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി അവിടെ തന്നെ ഇപ്പം ഈ ബ്ലോക്ക് സമയത്ത് നടക്കുന്നു. സീസൺ സമയത്ത് പ്രത്യേകിച്ച് 1 മണിക്കൂറോളം നമുക്ക് എടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും അല്ലെങ്കിലും നമുക്ക് ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ അവിടെ പോകുന്ന ആ എറണാകുളം ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരുപാട് കടകളിൽ ജോലിക്ക് പോകുന്ന ജോലിക്കാരുണ്ട്. അതുപോലെ തുച്ഛമായ ജോലിക്ക് ശമ്പളത്തിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്രയം ഇതാണ്. കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 4 രൂപ 6 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫോട്ടോ വെച്ച് എറണാകുളത്ത് എത്താം. അവിടെ നടന്നു പോകാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഭാഗത്തുള്ളവർ തന്നെയല്ല, പല ഭാഗങ്ങളിൽ നിന്നുള്ള ആശ്രയിക്കുന്നത് ബോട്ട് സർവീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നൊരു വാഹനമാർഗമാണ് ബോട്ട് സർവീസ് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യനിഷ്ഠയോടെ വളരെ ഡെവലപ്പോടെ കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരൊരു നിർദ്ദേശം ജനപ്രതിനിധികൾ അടങ്ങുന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടോ? ഇതുപോലെ ബോട്ട് സർവീസിന് മുമ്പ് നമ്മൾ പല MLA-മാരെയും MP-മാരെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ നമ്മൾ പല MLA-മാരും അത് നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നത് പോലും വാട്ടർ മെട്രോ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നു. നമ്മുടെ മന്ത്രി ഇപ്പോൾ ഇവിടെ തന്നെ കാട് പിടിച്ചെടുക്കണമായിരുന്നു ഇതൊക്കെ പ്രദേശം. നമ്മുടെ മന്ത്രി ഇവിടെ സന്ദർശിക്കുന്നുണ്ട്, വാട്ടർ മെട്രോന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാടൊക്കെ വെട്ടിയൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല പൂട്ടിയിട്ടെങ്ങനെയല്ലോ കാട് പിടിച്ച് മെഷീൻ കിടക്കണമായിരുന്നു ആകെ. പക്ഷേ നമ്മുടെ മന്ത്രി വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് കാണുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴും മന്ത്രി ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ പക്കയായിട്ട് എന്താ സർവീസ് നടക്കുമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഏറ്റവും വലിയ പേരിട്ട കൊച്ചിയിൽ ഏറ്റവും പേര് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പേരിട്ട് ചെട്ടിയാണിത്. അന്ന് തൊഴിലുണ്ടായി. ഈ 10-20 വർഷം മുമ്പ് ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുണ്ട്. മച്ചു ഉണ്ടായി, എല്ലാവരും ഉണ്ടായി, എല്ലാം യാത്ര ഈ വാഹനങ്ങൾ ഉണ്ടായി തന്നെ ഇവിടെ പോകാനായിട്ട് യാത്ര നല്ല സൗകര്യമായിരുന്നു ഇവിടെ. ഈ ഇടക്കാലം തന്നെ പ്രളയക്കെടുതി വന്നപ്പോഴാണ് ഇവർ ഈ ബോട്ട് സർവീസ് ഇല്ലാതാക്കിയത്. അവിടെ തടവി വന്ന് അടഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചാടാം, ഞാൻ ഇന്ത്യ പ്രതിഷേധിക്കുന്നു, വെള്ളത്തിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു തന്നെ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ നോക്കാം. അവർ വന്നൊരു പോസ്റ്റ് ഓടിച്ച് നിങ്ങൾ ഈ വേലിയേറ്റത്തിന് മാത്രം ഇവിടെ വോട്ട് പിടിക്കൊള്ളുന്നു പറഞ്ഞ് ഇവിടെ അവിടെ ബ്ലോക്ക് മട്ടാഞ്ചേരിയിലേക്ക് സർവീസ് ഇല്ലാതാക്കി. പിന്നെ യാത്രക്കാർ ഇവിടെ കുറഞ്ഞ് സമയത്തിന് അവർ ഓട്ടോറിക്ഷയൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടാവില്ല. നേരെ ഫോട്ടോ വെച്ച് പോയിട്ടാണ് കയറുന്നത്. അപ്പം അത്രയ്ക്ക് ദുരിതം. അപ്പം ആൾക്കാർ വരവ് കുറഞ്ഞ് ഇവർ ഓട്ടോമാറ്റിക്കലി ബോട്ട് സർവീസ് ഇല്ലാത്തതാക്കി. 6 വർഷം ഞാൻ വെള്ളത്തിൽ ചാടി നീന്തി കിടന്ന് പിന്നെ ഒരു 4 മാസം മുമ്പ് ഗണേഷ് കുമാറിന് പോയി നിവേദനം കൊടുത്തു. അവിടെ പാർട്ടി പരിപാടി എറണാകുളം ടൗണുള്ളൂ. ഒരു ദിവസം തന്നെ ഞാൻ ബുദ്ധിമുട്ടി. അത്രയും കഷ്ടപ്പെട്ടേൻ. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒന്നും മുടി ഇത് എങ്ങനെയെങ്കിലും നശിഞ്ഞു പോകണമെന്ന് പറയാൻ അവരിയ്ക്കണേണ്. കാരണം നേരവനോട് ബസ്സില്ല. ഈ തോമ്പടിന്ന് കട്ടേരാണ്. 6 മണി കഴിഞ്ഞാൽ ബസ് ഉണ്ടാവില്ല ഇവിടെ. എറണാകുളത്തേക്ക് പോകാനും ഓരോരുത്തർക്ക് പല ആവശ്യങ്ങൾക്ക് ബോട്ടുമില്ല. അപ്പോൾ അത്രയ്ക്ക് ദുരിതമാണ് ഇവിടുത്തെ യാത്രാക്ലേശമുള്ള അത്ര ദുരിതമാണ് ഇവിടെ ഉണ്ടായത്. ഈ ഹാർബർ പാലമൊക്കെ ഈ കുണ്ടുന്നൂർ പാലമൊക്കെ ഇത്രയും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായി. ജനങ്ങൾക്ക് സുഖമായൊരു യാത്രയാണ് 7 രൂപത്തോളം യാത്ര ഇല്ലാണ്ടായി. ഇപ്പോൾ വാട്ടർ മെട്രോ, ഐലൻഡിലെ വാട്ടർ മെട്രോ ഒക്കെ ഇപ്പോൾ ശരിയായി. ഒരു കൊല്ലമായി വാട്ടർ മെട്രോ പണിഞ്ഞിട്ട് ഐലൻഡിൽ. ഇപ്പോൾ ഈ വാട്ടർ മെട്രോ 6 മാസത്തിൽ എങ്ങനെ പണിഞ്ഞു? ഇതെങ്ങനെ ആയം കൂട്ടി? അപ്പോൾ ഈ 4.5 കോടിയാണ് ആഴം കൂട്ടാനും വേണ്ടി സർക്കാർ കൊടുത്തത്. നവീകരണ പ്രവർത്തനം കഴിഞ്ഞ് 97 ലക്ഷം രൂപ കൊടുത്ത് കഴിഞ്ഞ ഓണത്തിന് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞാണ്. ചെയ്തില്ല അവർ. അപ്പോൾ ഇത് നശിഞ്ഞു പോവും. അപ്പോൾ ഗണേഷ് കുമാർ ഇടപെട്ടിട്ടാണ് ഇപ്പം ഈ ബോട്ട് സർവീസ് ഉണ്ടാവണം, അത് പെട്ടെന്നുള്ള സർവീസ് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ ശനിയാഴ്ചയാണ് സർവീസ് ഉണ്ടാവും, 4 മണിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഈ CPM-ൻ്റെ ഒക്കെ പരിപാടിയാണ്, പിന്നെ മാർക്കറ്റ് ഉദ്ഘാടനമാണ്. അപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരാഴ്ച കൂടെ നീട്ടിക്കൊടുത്ത് ഒരാഴ്ച ബുധനാഴ്ച ഓടുന്നാണ് പറയണത് എന്നോട്. അപ്പോൾ എത്ര പെട്ടെന്ന് ഈ ബോട്ട് ഓടണം. കാരണം ക്രിസ്മസ് പുതുവത്സരമൊക്കെ വന്നേണ്. ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചിയിലെ ജനങ്ങൾക്ക്. അതുവരെ ഒരുപാട് സമരങ്ങൾ നടത്തിയാണ്. പത്രങ്ങൾ ഒരുപാട് ചാനലുകാരും വന്നാണ്.
അവർക്കൊരു കൊച്ചിക്കാരൻ MLA എന്ന് പറയുന്നുണ്ട്, MP ഉണ്ട്. ഇവരൊന്നും ഇതിനും വേണ്ടിയിട്ട് ഒരു അനക്കമില്ല, ഒന്നുമില്ല. അപ്പം നവീകരണ പ്രവർത്തനം കഴിഞ്ഞ് ഇനി അവരെന്തുകൊണ്ട് എന്താണ് ഇതിന് കമ്മീഷൻ വാങ്ങാനായിരിക്കും? യാത്രക്കാരെ ക്ലേശം പരിഹരിക്കണ്ടേ? ഇതുവരെ 6 വർഷമായിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല ഇവര്. ഈ 7 രൂപയുടെ സുഖമായ യാത്ര എറണാകുളം ജനറൽ ആശുപത്രിക്ക് പോകാനും ഈ മട്ടാഞ്ചേരി ഹോസ്പിറ്റലിൽ അവിടുന്ന് മടിക്കാനും ഇതിലേ പോവാ സുഖമായിട്ട്. ഈ ഗതാഗത തടസ്സങ്ങളില്ലാണ്ട് ഈ BOT പാലം തേവര ഈ ആർബർ പാലം ഇതൊക്കെ തടസ്സമില്ലാണ്ട് സുഖമായ യാത്ര ഇല്ലാതാക്കിയിട്ട് 6 വർഷമായി എന്നാണ് ഈ പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. കാര്യം സാധാരണക്കാർക്ക് പറ്റില്ല ഓട്ടോമെട്രോ പോകാൻ. കാര്യം 40 രൂപ ടിക്കറ്റ് ചാർജ് എറണാകുളം വരെ. ഇവിടെ നിന്നാകുമ്പോൾ 4 രൂപ കൊടുത്താൽ എറണാകുളത്തേക്ക് എത്താം. അതൊരു ബുദ്ധിമുട്ടാവും സാധാരണക്കാർക്ക്. ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പം MPമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ആളുകൾ പറഞ്ഞു, MLAമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രളയത്തിന്റെ പേരിൽ ഒരു തടി വന്ന് നിന്നു. അത് ശരിയാണ്, തടി വന്ന് ഇപ്പൊ 6 വർഷം അത് പൂട്ടിയിട്ടേക്കണ. അപ്പൊ അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പൂർത്തിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഈ ആഴ്ച ഓപ്പണിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് അറിഞ്ഞു. അപ്പൊ തടി വന്ന് കാരണം പൂട്ടിക്കിടക്കണേന്ന് അവർ പറഞ്ഞ്. തടി വന്ന കാരണം ബോട്ട് പിടിക്കാൻ പറ്റില്ല, ചെളിയാണ് തടി കിടക്കണത്. ബോട്ട് ഒന്ന് പിടിക്കുമ്പോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി തുടങ്ങി. പക്ഷെ സ്വകാര്യ ബോട്ടുകളൊക്കെ അതേ ചാലിൽ കൂടെ വന്നിന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ ടൂറിസ്റ്റ് ബോട്ടൊക്കെ പിടിക്കല്ലേ. ഇത് ഇവരിക്കെന്ന് പറയുമ്പോ ഈ തടി കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്നാ പറഞ്ഞത്. ബാക്കിയുള്ള ബോട്ടുകാർക്കൊന്നും പ്രശ്നമില്ല. പ്രൈവറ്റ് ബോട്ടുകാരൊക്കെ വന്ന് പിടിക്കണ്ട്. ഇവിടെ ഇപ്പൊ വാട്ടർ മെട്രോന്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ ഈ സൈഡ്. അതെ, ഞങ്ങളിപ്പോ ഇത് സർവീസ് കുറെ വർഷങ്ങളോളം ഇവിടെ സർവീസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴീ ഒരു 3-4 വർഷമായിട്ടുള്ളത് പെൻഡിങ്ങിൽ വന്നേക്കണം. സാധാരണക്കാർക്ക് ഇത് യാത്ര ചെയ്യണ്ടേ? ഇത് മെട്രോയില് മറ്റേ 50-40 ഒക്കെ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റുമോ? ഇത് സാധാരണക്കാരനിക്ക് ഒരു ആശുപത്രിയിൽ പോകാനും ഒക്കെ വളരെ സൗകര്യമുള്ള സ്ഥലമായിരുന്നു. ഇതവിടെ ബ്ലോക്കായി കിടക്കണേ. ഇതെന്താണ് ഇങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പൊ ആശുപത്രി പോകാനും ജലാശുപത്രി ബസ്സിനല്ലേ പോകണം, യാത്ര ചെയ്തിരിക്കണേ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ബസ്സിനൊക്കെയാണ്. അതും ബസ് കിട്ടാൻ ബ്ലോക്കാണ്. ഇന്നത്തെ കാര്യങ്ങൾ അറിയാല്ല. ഇവിടെ ആകെ ഒരു സർവീസ് ഇവിടെ മാത്രം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് അതെ, ഇത് ഇങ്ങനെ ബ്ലോക്കായിട്ട് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത് നടക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് നടക്കണമെന്നാണ് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത്. ഇത് വർഷങ്ങളോളം ഇത് നന്നാക്കിയിട്ട് വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് എന്താ കാര്യങ്ങൾ? ഇത് ഒരു കാര്യമില്ല. സാധാരണക്കാർക്ക് ഒരു കാര്യമില്ല ഇതിവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. 10-40 വർഷമായി ഞങ്ങളിവിടെ ജീവിക്കണം. ഞങ്ങൾക്കറിയാം 10-15 ബോട്ടുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് പല സ്ഥലത്തേക്കും. വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, എറണാകുളം 10-20 ബോട്ട് ഇവിടെ ഉണ്ടായതാണ്. ഇപ്പോൾ ഒന്നുമില്ല, സർവീസ് ഒന്നും നടത്തുന്നത്. എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഇത് സർക്കാരിൻ്റെ അല്ല, ഇവിടുത്തെ MLAന്റെ ഒക്കെ കുഴപ്പം തന്നെയാണ്, യാതൊരു സംശയമില്ല. അങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ട ആള്. മനസ്സിലായ? ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെട്ടെന്ന് ഇത് നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരും പോകണ്ടേ? നമുക്കിപ്പോൾ എറണാകുളത്ത് പോകണേ ബോട്ട് ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. കാരണം ബസ്സിലൊക്കെ പോയാൽ അറിയാമല്ലോ എത്ര ബ്ലോക്കും. പാലം 5-6 കയറണം. പിന്നെ അവിടെ അരമണിക്കൂറുള്ള 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തണത് തന്നെ. ഒരു ആശുപത്രിയിൽ ഇതെങ്കിലും മരുന്ന് മേടിക്കാൻ തന്നെ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരൻ അങ്ങനെയല്ലേ പോകേണ്ടത്. കുറേ വർഷങ്ങളോളം പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എറണാകുളം ഹോസ്പിറ്റലിൽ ആശ്രയിക്കണം ബോട്ടാണ്. ഈ ബസ്സിനൊന്നും പോകാൻ പറ്റില്ല. സുഖമില്ലാത്തവരൊക്കെ ഹാർട്ട് പേഷ്യൻറ്റും സുഖമില്ലാത്തവരൊക്കെ ഇഷ്ടം മാതിരി ഇവിടെ ഈ പോകണത്. അത് പോകാൻ പറ്റില്ല. അത്രോളം നമുക്ക് പറയാനുള്ളത്. പെട്ടെന്ന് ഇത് നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോടികൾ മുടക്കിയ ബോട്ട് ജെട്ടിയാണ് ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ ഏത് തരത്തിലുള്ള അനാസ്ഥയും സാരമായി ബാധിക്കുന്നതും ദുരിതത്തിലാക്കുന്നതും സാധാരണക്കാരെയാണ്. എന്ന് തീരും ജലഗതാഗത വകുപ്പിന് ഈ മേഖലയുള്ള ചിറ്റമ്മ നയം? ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.